ഹലോ കുട്ടികളെ, എല്ലാവർക്കും പ്രിയങ്ക ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മലയാളത്തിലെ പ്രശസ്തയായ സാഹിത്യകാരി ലളിതാംബിക അന്തർജനം എഴുതിയ നക്ഷത്രം എന്ന പാഠഭാഗമാണ്. മഴ തോർന്ന രാത്രിയിൽ മിന്നാമിനിങ്ങിനെ നക്ഷത്രമായി തെറ്റിദ്ധരിക്കുന്ന ഒരു ചെറിയ കുട്ടിയുടെ നിഷ്കളങ്കമായ കൗതുകങ്ങളും സ്വപ്നങ്ങളുമാണ് ഇതിൽ വിവരിക്കുന്നത്. നക്ഷത്രത്തെ പോലെ തിളങ്ങുന്ന ആ മിന്നാമിനുങ്ങിനെ കുട്ടി തന്റെ അമ്മയുടെ കമ്മലുമായി ഉപമിക്കുന്നുണ്ട്. ലോകത്തിലെ ഏത് തിളക്കത്തെക്കാളും തനിക്ക് പ്രിയപ്പെട്ടത് അമ്മയുടെ സ്നേഹവും സാമീപ്യവുമാണെന്ന് കുട്ടി തിരിച്ചറിയുന്ന മനോഹരമായ ഒരു മുഹൂർത്തം ഈ പാഠത്തിൽ കാണാം. എന്നാൽ പാഠഭാഗത്തിലേക്ക് കടക്കും മുമ്പേ ഇതിന്റെ രചയിതാവായ ലളിതാംബിക അന്തർജനത്തെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രശസ്തയായ മലയാളം എഴുത്തുകാരിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു ലളിതാംബിക അന്തർജനം. 1909 മാർച്ച് 30 നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ യഥാർത്ഥ ജീവിതവും ദുരിതങ്ങളും തന്റെ രചനകളിലൂടെ അവർ പുറത്തു കൊണ്ടുവന്നു. അഗ്നിസാക്ഷി എന്ന നോവൽ മലയാള സാഹിത്യത്തിലെ മികച്ച കൃതികളിൽ ഒന്നാണ്. ഈ കൃതിക്ക് ആദ്യത്തെ വയലാർ അവാർഡും കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും ലഭിച്ചു. അംബിക അഞ്ജലി, മൂടുപടത്തിൽ തുടങ്ങിയ ചെറുകഥാ സമാഹാരങ്ങളും ആത്മകഥയ്ക്ക് ഒരാമുഖം എന്ന ആത്മകഥയും അവരുടെ പ്രധാന കൃതികളിൽ ചിലതാണ്. സാമൂഹിക തിന്മകൾക്കെതിരെ തൂലിക പടവാളാക്കിയ ലളിതാംബിക അന്തർജനം 1987 ഫെബ്രുവരി 6 അന്തരിച്ചു. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. മഴ പെയ്തു തീർന്നു, പക്ഷേ മാനം തെളിഞ്ഞിരുന്നില്ല. കട്ടിയായ ഇരുട്ടിൽ നക്ഷത്രങ്ങൾ തെളിഞ്ഞിരുന്നു. കുട്ടി തൊടിയിലേക്ക് വിരൽ ചൂണ്ടി ചിരിച്ചു. അച്ഛാ, നക്ഷത്രങ്ങൾ, നക്ഷത്രം പറക്കുന്നു. ഹായ്, എന്ത് രസം! അച്ഛൻ പറഞ്ഞു. നക്ഷത്രമല്ല കുഞ്ഞേ, മിന്നാമിനുങ്ങ്, ഒരു തരം പുഴു. കുട്ടിക്ക് ബോധ്യമായില്ല. ഈ അച്ഛൻ എന്തറിയാം? മഴ പെയ്തപ്പോൾ ആകാശത്തു നിന്ന നക്ഷത്രങ്ങൾ എല്ലാം കൂടെ താഴോട്ടേക്ക് പോന്നതാണ്, അതല്ലേ? ദേ, മാനത്ത് ഒരൊറ്റ എണ്ണം പോലും ഇല്ലല്ലോ. കുട്ടി വാശി പിടിച്ചു. അല്ലച്ഛാ, നക്ഷത്രം. എനിക്ക് നക്ഷത്രത്തിനെ വേണം. ഇത് നക്ഷത്രമല്ലെന്നും ഒരുതരം പ്രാണിയാണെന്നും പകൽ മുഴുവനും ഇലകൾക്കിടയിലും കാനയിലും ഒളിച്ചിരുന്ന ശേഷം രാത്രി മിനുങ്ങി നടക്കുകയാണെന്നുമൊക്കെ അച്ഛൻ പറഞ്ഞു നോക്കി. പക്ഷേ കുട്ടി കരഞ്ഞു. എത്ര പറഞ്ഞിട്ടും മനസ്സിലായില്ല. അവര് നക്ഷത്രത്തിനെ കൂടിയേ തീരൂ. അച്ഛൻ കുട്ടിയെയും എടുത്ത് മുറ്റത്തേക്കിറങ്ങി. കറുത്ത തൊടിയിൽ വെള്ളപ്പൊട്ട് പോലെ മിന്നാമിനുങ്ങുകൾ പറന്നു നടന്നിരുന്നു. അച്ഛൻ കൈ വീശി ഒന്നിനെ പിടിച്ചു. എന്നിട്ട് കുട്ടിയുടെ മൃദുലമായ കൈവെള്ളയിൽ വെച്ചു കൊടുത്തു. അവന് ഇക്കിളിയായി. തണുത്തു വഴുത്ത ഒരു സാധനം കയ്യിൽ ഇഴയും പോലെ. അറപ്പും സംഭ്രമവും കലർന്ന ഒരു ശബ്ദം പുറപ്പെടുപ്പിച്ചുകൊണ്ട് അവൻ അറിയാതെ കൈ കുടഞ്ഞു. നക്ഷത്രം അതാ മുറ്റത്തെ റോസാ ചെടിയുടെ തലപ്പിൽ ചെന്നിരുന്നു മിനുങ്ങുന്നു, അമ്മയുടെ കാതിലെ കമ്മല് പോലെ. കുട്ടി പിന്നെയും ചിണുങ്ങി തുടങ്ങി. എനിക്ക് കമ്മല് വേണം അച്ഛാ, കമ്മൽ. അവൻ ഉറങ്ങാൻ നേരമായിരുന്നു. അച്ഛൻ ആ മിന്നാമിനുങ്ങിനെ എടുത്ത് ഒരു കുപ്പിയിലാക്കി കിടപ്പറയുടെ ജനാലിൽ വെച്ചു കൊടുത്തു. അവനത് നോക്കി നോക്കിയേ കിടന്നു. മിന്നുന്നു, മായുന്നു, പിന്നെയും മിന്നുന്നു. അമ്മയുടെ കമ്മൽ മിന്നുകയല്ലാതെ മായാറില്ലല്ലോ. മിന്നാമിനുങ്ങിന്റെ ചിറക് ചിമ്മുകയും വിടരുകയും ചെയ്യും പോലെ ക്രമേണ അവന്റെ കണ്ണുകളും ചിമ്മിനി വിടരാൻ തുടങ്ങി. കറുത്ത തുണിയിൽ വെള്ളപ്പൊട്ടു പോലെ 1000 മിന്നാമിന്നുകൾ തലയിൽ കടന്നു മൂളി പറക്കുന്നു. മിനുങ്ങുന്ന തല, നേർത്ത ചിറക്, നക്ഷത്ര കണ്ണുകൾ. ഹായ്, പൂ പോലെ കാറ്റിൽ പറന്നു പറന്ന് ഇങ്ങനെ പൊങ്ങാൻ എന്തു രസം! കിനാവിന്റെ ചിറകുകൾ വീശി വീശി അവൻ ഉയർന്നു. മിന്നാമിനുങ്ങിന്റെയും പൂക്കളുടെയും നാട്ടിൽ നിന്നും നക്ഷത്രങ്ങളുടെയും മഴവില്ലിന്റെയും ലോകത്തിലേക്ക് കടന്നു. അമ്മയുടെ നീലപ്പട്ടു സാരി നിവർത്തി വിരിച്ചതുപോലെ ഉണ്ട് ആകാശം. അവിടെ അതാ ഒരു കോണിൽ നിന്നും നരച്ച താടിയും ചിരിച്ച മുഖവുമുള്ള അമ്പിളി അമ്മാവൻ അരിമണികൾ എണ്ണിപ്പെറുക്കുന്നു. അങ്ങ് ദൂരെ ഒരു ചുവന്ന കൊട്ടാരം. അതിനകത്തു നിന്നും തുടുത്ത തലപ്പാവും വെച്ച് തിളങ്ങുന്ന വാളുമെടുത്ത് ഒരു രാജാവ് പട പുറപ്പെട്ടു വരികയാണ്. 7 കുതിരകളെ പൂട്ടിയ തേര്, 7 നിറമുള്ള വില്ല്, 7 കൊടിക്കൂറകൾ. അമ്മ പറയും പോലെ എല്ലാം 7, 7 തന്നെ. കഥകളിയിലെ ചുവന്ന താടിയുടെ വേഷം പോലെ. കുട്ടി പെട്ടെന്ന് പേടിച്ചു. അന്ന് അമ്പലപ്പറമ്പിൽ വെച്ച് ഈ വേഷം കണ്ടിട്ടാണ് ഞാൻ പേടിച്ചു കരഞ്ഞതെന്നും പനി പിടിച്ചതെന്നും ബോധം കെട്ടതെന്നും അവൻ ഓർത്തു. എത്ര സൂചിയാണ് കയ്യിലും പുറത്തുമായി കുത്തി ഇറക്കിയത്! എത്ര കയ്പ് കഷായം കുടിച്ചു! എന്നിട്ട് വിങ്ങിക്കരയുന്ന തന്നെ അമ്മ മാറോടടുക്കി പിടിച്ചു മുടിയിൽ തലോടി ഉമ്മ വെക്കും. ഹാ, എന്തു മധുരമാണ് അമ്മയുടെ ഉമ്മയ്ക്ക്! എന്ത് എന്തു മിനുസം നെറ്റിയിൽ! കറുത്ത മുടികൾക്കിടയിലെ മിനുങ്ങുന്ന കമ്മൽ. നക്ഷത്രമാണോ അമ്മയുടെ കമ്മലാണോ കൂടുതൽ മിനുങ്ങുന്നത്? കമ്മലിനേക്കാളും നക്ഷത്രത്തിനേക്കാളും തിളങ്ങുകയായിരുന്നല്ലോ അന്നു തന്നെ ഉമ്മ വെച്ചപ്പോൾ അമ്മയുടെ കണ്ണുകൾ. നല്ല കറുത്ത
കൺപീലികൾക്കിടയിലൂടെ മിനുങ്ങുന്ന കണ്ണുകൾ. ആ കണ്ണുകളുടെ അരികിൽ നിന്നാണല്ലോ ഞാൻ നക്ഷത്രത്തെ തേടി പോന്ന എന്ന് ഓർത്തപ്പോൾ അവന് ചിരി വന്നു പോയി, ഒപ്പം ദുഃഖവും. ഓ, അമ്മ എവിടെ? തന്റെ അമ്മ. ഉറക്കത്തിൽ അവൻ പുഞ്ചിരിക്കുകയും കരയുകയും ചെയ്തിരുന്നു. നക്ഷത്രങ്ങളുടെ നിറമുള്ള മിന്നാമിനുങ്ങിനെയും, അതിനേക്കാൾ നിറമുള്ള അമ്പിളിയെയും, അതിനേക്കാൾ നിറമുള്ള സൂര്യനെയും, അതിനേക്കാൾ അതിനേക്കാൾ ഒരുപക്ഷേക്കാളും നിറമുള്ള അമ്മയുടെ മുഖത്തെയും അവൻ സ്വപ്നം കണ്ടു. അമ്മ, അമ്മ എവിടെ? തന്റെ അമ്മ. തനിക്ക് അമ്മയെ കാണണമല്ലോ. നിറങ്ങളെല്ലാം മാഞ്ഞു. ഭീകരമായ ഇരുൾ പിന്നെയും വ്യാപിക്കുന്നു. അവൻ കരഞ്ഞു, അമ്മേ, എന്റെ അമ്മേ. പെട്ടെന്ന് കുട്ടി ഞെട്ടിയുണർന്നു. ഉണർന്നപ്പോഴേ കുപ്പിയിൽ നോക്കി. നക്ഷത്രം എവിടെ? മിന്നാമിനുങ്ങ് എവിടെ? കുപ്പിയിൽ ഒരു വൃത്തികെട്ട പുഴു ചത്തുകിടക്കുന്നു. അതിനെ ഉറുമ്പരിക്കുന്നു. കുട്ടി അറപ്പോടെ ആർത്തു വിളിച്ചു, അച്ഛാ, നക്ഷത്രമല്ല, പുഴു, വെറും പുഴു. അതിനെ എടുത്ത് ദൂരെ കളയും. എന്നിട്ട് അവൻ തന്റെ അമ്മയുടെ മിനുങ്ങുന്ന കണ്ണുകൾ നോക്കാൻ അടുക്കളയിലേക്ക് ഓടി. ഇതാണ് ഈ പാഠഭാഗം. ഈ പാഠഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൂടുതൽ ലളിതമായ പഠന വീഡിയോകൾക്കായി പ്രിയങ്ക ട്യൂട്ടോറിയൽ സബ്സ്ക്രൈബ് ചെയ്യൂ.